തൃശൂർ മാളയിൽ UKG വിദ്യാർത്ഥിയെ കുളത്തിൽ മുക്കിക്കൊന്നു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ 20 വയസ്സുകാരൻ ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ടത് പ്രകൃതി വിരുദ്ധ പീഡന ശ്രമം എതിർത്തതോടെയെന്ന ജോജോ പോലീസിന് മൊഴി നൽകി. കുട്ടിയുടെ അയൽവാസി കൂടിയാണ് അറസ്റ്റിലായ ജോജോ. ജേസൺ ചാമോളപ്പിലുണ്ട് വിശദാംശങ്ങളുമായി. ജേസൺ, അതിദാരുണമായ സംഭവമാണ്. എന്താണ് ഈ പ്രതിയായ ഈ 20 വയസ്സുകാരന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് മാള പോലീസ് സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷനകത്താണ് ഇപ്പോൾ പ്രതിയായ ജോജോ ഉള്ളത്. ഇപ്പോൾ ഈ സമീപത്ത് നാട്ടുകാരും അഥവാ ഈ കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ അയൽപ്പക്കാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിൽ രോഷത്തിലുമാണ് അവരുള്ളത്. ഇന്ന് 6:20 കുട്ടിയെ കാണാതാവുന്നത്. കാണാതായ ശേഷം വിശദമായ പരിശോധന നടത്തി മറ്റേതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള പരിശോധന തുടരുന്നതിനിടയിലാണ് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതിയായ ജോജോയും കൂടി പരിശോധനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ജോജോയുടെ ചില നീക്കങ്ങളിൽ സംശയം തോന്നിയ പോലീസ് നാട്ടുകാർ ചേർന്നാണ് പരിശോധന നടത്തുന്നത്. അതിനിടയിലാണ് പോലീസ് അയാളോട് ചോദിക്കുന്നത് എന്താണ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നതിനിടയിലാണ് പ്രതി പറയുന്നത് കുളത്തിൽ തള്ളി വീണിട്ടുണ്ടെന്ന്. പിന്നീട് അതിൽ നിന്ന് വീണ്ടും പോലീസിന് സംശയം വർദ്ധിക്കുകയായിരുന്നു. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് നടത്തി. അപ്പോഴാണ് കുറ്റം സമ്മതിക്കുന്നത്. താൻ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന്, അതായത് ബന്ധത്തിന് ശ്രമിച്ചു. അത് കുട്ടി എതിർത്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ സമയത്താണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിടുന്നത് എന്നതാണ് പ്രധാനമായും പ്രതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രതിയെ നേരത്തെ ബൈക്ക് മോഷണ കേസിൽ പ്രതിയാണ്. ഈ നേരത്തെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ ഇക്കാര്യം നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ മോശം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രതിയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു ഈ പരിശോധനക്കിടയിൽ പോലീസിന്റെ നിരീക്ഷണവും അന്വേഷണവും. ഇപ്പോൾ നാട്ടുകാർ ആ പ്രദേശത്തുണ്ടെന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. ഈ ജോജോയെ കുറിച്ച് മറ്റു നാട്ടുകാർക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? സമാനമായ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതികരണം ഇയാളെ? കുട്ടിയുടെ സമീപത്താണ്. എന്താണ് ഈ പ്രതിയെ നാട്ടുകാർക്ക് അറിയോ? എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ. ഞങ്ങൾ അവിടെ അറിയപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ആള് കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് ഈ ജോജോ, ഈ പയ്യൻ. അതുകൊണ്ടാണ് ഈ കുട്ടീനെ ഇങ്ങനെ ചെയ്യാൻ, അവൻ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഈ കുട്ടീനെ. അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. ആ കുട്ടി എന്ന് പറഞ്ഞാൽ വെളുത്തിട്ട് നല്ല കുട്ടിയാണ്. ആ കുട്ടി അങ്ങനത്തെ അതുകൊണ്ടുള്ളൊരു ഇതിൽ അവരുടെ ഫാമിലി മൊത്തം നല്ല വെളുത്തിട്ടുള്ള വികാരം പിടിച്ചത്. ഇവൻ ക്രിമിനൽ പശ്ചാത്തലത്തിലൊരു വ്യക്തിയാണ്. അവൻ കഞ്ചാവിന്റെ മെയിൻ ആണ്. അത് അവിടെ ശരിക്കും വിൽപ്പനക്കാരന് കൂടിയാണ് ഇവൻ. ഇതിന് മുൻപ് വേറെ കേസുകളുണ്ടോന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇങ്ങനെ നമ്മൾ അറിഞ്ഞതിന് ഷെഡ് വന്നാണ്. ഇവരെ കിട്ടിയപ്പോൾ ഞങ്ങൾ കാച്ചു ഒരു കൈ നോക്കില്ല, ഇത് വന്നാൽ മതി. ആളുകൾ വലിയ രോഷത്തിൽ തന്നെയാണ് പ്രതിയെ പുറത്തിറക്കിയാൽ കൈകാര്യം ചെയ്യുന്ന പരസ്യമായി പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത്രയേറെ വൈകാരികമായ ഒരു വിഷയമായി മാറിയ നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയായിരുന്നു. ഈ 20 വയസ്സുകാരനാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. നേരത്തെ തന്നെ ഒരു കുടുംബം പോയിട്ട് ഒരു കൊച്ചിനെ ഇത് ചെയ്തിട്ട് ഈ കുണ്ണനെ ജീവിക്കാൻ ഇവിടെ അവനൊന്ന് പുറത്ത് കയറിക്കാൻ പറ. ഇതിവിടെ അപ്പോൾ ആര്യ, നമുക്ക് ഇവരെ പ്രതികരണങ്ങളിലേക്ക് പോയാൽ എല്ലാവരും അതീവ രോഷത്തോടു കൂടിയാണ്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഈ മാള പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രതി ഇതിനകത്തുണ്ട്. നേരത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നു. അതിൽ വളരെ വ്യക്തമായി തന്നെ ഈ കാര്യം എന്താണ് കൊലയ്ക്കുണ്ടായ മോട്ടീവ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ പോലീസിന് മുമ്പ് ജോജോ മൊഴി നൽകിയിട്ടുണ്ട്. ആളുകൾ അത് തന്നെയാണ് പറയുന്നത്. വലിയ രോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയുള്ളൂ. നിലവിൽ ഈ സമീപത്ത് നിന്നും ആളുകളെ മാറ്റാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഇവരുടെ കുടുംബം ഈ സമീപത്തെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. ഈ പരിസരത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇവ കഞ്ചാവ് ലഹരിക്ക് അടിമയാണെന്ന് കൂടി നാട്ടുകാർ പറയുന്നു. ഇത്തരത്തിൽ അവരുടെ രോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് നിർബന്ധിക്കുകയും കുട്ടി ചെറുക്കുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു